ശങ്കറിനെ ഇങ്ങനെ കൂട്ടിലിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന കുഞ്ഞൂസ് വരും കേട്ടോ. കുഞ്ഞൂസേന്ന് വിളിക്കുമ്പോൾ കുഞ്ഞൂസിൻ്റെ ആ വാലാട്ടിൽ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രണ്ടാമത് ഇവളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. വേറെ അർത്ഥമല്ല, കുഞ്ഞൂസിൻ്റെ ആണ് കേട്ടോ. അതായത് എന്നെ അകത്തുനിന്ന് വിളിക്കട്ടോ, വന്നൊന്ന് കൊണ്ടുപോകുമോ ഈ സാധനത്തിനെ എന്ന് ചോദിക്കുകയാണ് ആളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ രണ്ടുപേര് രണ്ട് കൂട്ടിലങ്ങോട്ട് ആക്കി കേട്ടോ. കുറച്ച് നേരം പണിഷ്മെൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇട്ടു. അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് വിട്ട ശേഷം ശങ്കരനെയും കൂട്ടിലാക്കി ചെയ്തു. ഈ ഒരു ബെഡ് ഞാൻ കുഞ്ഞൂസിന് വെറുതെ വെച്ച് കൊടുത്തിട്ടോ. കുറച്ച് നേരം ആളതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും മുഴുവനായിട്ട് ഇരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒന്നുകൂടെ ചെല്ലി പോയി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആളൊന്ന് പോയി കിടന്നിട്ടോ. ആളങ്ങനെ കിടന്ന് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെ സെറ്റ് ആവാനേ, ആൾക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ബെഡ് മാറ്റി വെക്കട്ടെ. ഇത് ഇനിയൊരു കുറച്ചും കൂടി തണുപ്പൊക്കെ വരുന്ന സമയത്ത് പുറത്തിറക്കാമെന്നുള്ള വിചാരിക്കുന്നത്. അതല്ലാത്ത പക്ഷം കടിച്ചു കയറാൻ ഈ 3 ഒരു മടിയില്ല കേട്ടോ. ഞാൻ അകത്തേക്ക് പോയപ്പോൾ കുറച്ച് നേരം ആളതിൽ കിടന്നൊക്കെ ചെയ്തെങ്കിലും പിന്നെ എൻ്റെ പിന്നാലെ തന്നെ വന്നു കേട്ടോ. അതല്ല, കുറച്ച് കഴിഞ്ഞ് അവൾ കിടക്കുമെന്ന് വിചാരിച്ചാൽ അവിടെ വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് വേഗം ഞാൻ ആ ബെഡ് അങ്ങോട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടോ. പിന്നെ എൻ്റെ കൂടെ ആൾ വന്ന് അങ്ങോട്ട് കിടന്നിട്ടോ. എൻ്റെ കൂടെ ഇങ്ങനെ ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ കുഞ്ഞൂസ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ ഒരു സമയം ഭയങ്കര കാമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്.